ഇന്ന് നമുക്ക് കുക്കറിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ മന്തി റൈസാണ്. ഇതുണ്ടാക്കാൻ ഒരുപാട് ചിലവൊന്നുമില്ല. നമ്മുടെ അടുക്കളയിലുള്ള സാധാ ചേരുവ വെച്ചിട്ട് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്നതിനെക്കാട്ടും നല്ല ടേസ്റ്റ് വീട്ടിലെങ്ങനെയാണ് ഈസി ആയിട്ട് മന്തി ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ഒന്നും മറന്നു വരുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിതാ ചിക്കൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം ചിക്കൻ എടുക്കുന്ന സമയത്ത് 1 കിലോ 1.5 കിലോൻ്റെ ഉള്ളിലുള്ള ചിക്കൻ എടുക്കുക. വെയിറ്റ് ഒരുപാട് 2-2.5 കിലോൻ്റെ വെയിറ്റുള്ള ചിക്കൻ എടുക്കരുത്. അതാണ് ആദ്യത്തെ ഒന്നാമത്തെ ടിപ്പ് കേട്ടോ. എന്നിട്ട് ഞാനിതൊരു 3 കപ്പ് അരിയായിട്ടാണ് ചോറ് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കോഴിൻ്റെ 3 പീസ് എടുത്തിട്ടുള്ളൂ. 1 പീസ് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ അത് ഞാൻ മുഴുവനായിട്ടും കഴുകി നല്ലപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് ഞാൻ നല്ല വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട്, ഒന്ന് ടെൻഡറായി കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരിയാണ് ഒഴിക്കുന്നത്. നന്നായി കഴുകിയതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ച്, ചിക്കൻ്റെ മേലെ വെള്ളം നിൽക്കണം കേട്ടോ. വെള്ളം ഒഴിച്ച് കുറച്ചതിൽ 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് വെച്ച് ഒരു 10-20 മിനിറ്റ് അവിടെ മാറ്റി വെക്കുക. അതിന് ശേഷം അതിൻ്റെ വെള്ളം മുഴുവനും കളഞ്ഞതിന് ശേഷം ഞാനിത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചിക്കനിൽ നന്നായിട്ട് ഹോളിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കത്തിയും കൊണ്ടൊന്ന് വരിക ചെയ്യുക കേട്ടോ. അത് നമ്മൾ ചിക്കനിലേക്ക് അതിൻ്റെ ഉപ്പും പുളിയും മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചിക്കൻ കഴിക്കാത്തവർക്ക് എങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ എടുക്കുന്ന പാത്രം ഞാനിപ്പോൾ ഇതൊരു 3/4 കിലോന് അരിയും 3 പീസ് ചിക്കനായിട്ടാണ് വെക്കണം കേട്ടോ. 1/200-ൻ്റെ ചിക്കനായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ 1 പീസോടെ മാറ്റി വെച്ചിട്ട് ബാക്കി 3 പീസാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് 7 ലിറ്ററിൻ്റെ കുക്കറാണ്. നിങ്ങളുടെ അടുത്ത് 5 ലിറ്ററിൻ്റെ കുക്കറാണെങ്കിലും 3 കപ്പ് അരി 3 പീസ് ചിക്കനും പാടെ വെക്കാൻ കറക്റ്റായിരിക്കും കേട്ടോ. ഇപ്പോൾ കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കർ വെച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓയിൽ 1/2 കപ്പ് വരെ ഒഴിക്കാം. ഞാൻ കൂടുതൽ ഓയിൽ ഒഴിക്കണില്ല. അതിന് ശേഷം ഞാൻ 3 ടേബിൾ സ്പൂൺ ഓയിൽ കുക്കറിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലി, 1/2 ടീസ്പൂൺ കുരുമുളക്, മുഴുവനായിട്ടുള്ള കുരുമുളകാണ്. പിന്നെ 2 ഗ്രാമ്പു, 2 ഏലക്ക ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ഒരു ബേ ലീഫ് ചെറുതിട്ടുണ്ട്. ഇതെല്ലാം പാടെ നന്നായിട്ട് എണ്ണയിലൊന്ന് പൊട്ടി ഒന്ന് ഫ്ലേവർ വരുന്ന സമയത്ത് അതിലേക്ക് 1 ക്യാപ്സിക്കം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം പിന്നെ ഇത് ഒരു ചിക്കൻ്റെ സ്റ്റോക്കാണ് കേട്ടോ. ഞാൻ ഒന്നേ ഇട്ട് കൊടുക്കണുള്ളൂ. ചിക്കൻ സ്റ്റോക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഒരു 5-6 വെളുത്തുള്ളി ചതച്ചതാണ്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു തുണ്ട് ഇഞ്ചി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം പാടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നിങ്ങൾക്ക് ഇറച്ചി കഴിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ ഈ മസാല വഴറ്റിയതിൻ്റെ ഒപ്പം തന്നെ 1 ടേബിൾ സ്പൂണ് അറബിക് മസാല ഉണ്ടാവില്ല, മന്തി മസാല, അതിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾക്ക് അരിയിട്ട് വേവിക്കാം, ഇറച്ചി കഴിക്കാത്തവർക്ക്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ചിക്കൻ ഇട്ടിട്ടാണ് വെക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ അതിൽ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇട്ട എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് വാഴുന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മന്തി മസാല ഇട്ട് കൊടുക്കണം. ഞാനിത് വീട്ടിൽ തന്നെ പൊടിച്ചതാണ് കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ ആവശ്യമുള്ളവർ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കി. ഇല്ലെങ്കിൽ എല്ലാ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാനും കിട്ടും. അപ്പോൾ ഞാൻ ഈ മന്തി മസാല ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചിക്കൻ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ചിക്കനിലെ എല്ലാ മസാലയും നന്നായിട്ട് ആകണം കേട്ടോ. നമ്മൾ ആദ്യം ഇട്ടതും ഇപ്പോൾ ഈ മന്തി മസാലയും ഒക്കെ പാടെ നന്നായിട്ട് ചിക്കനിൽ പെരണ്ട് കിട്ടണം. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഞാൻ കുക്കർ മൂടി വെച്ചിട്ടുണ്ട്. മൂടി വെച്ചതിന് ശേഷം ഞാനൊരു മീഡിയം ഫ്ലെയിമിലിട്ട് 2 വിസിലടിപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ചിക്കൻ കുറച്ച് വലുതായ കാരണമാണ് ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ട് 2 വിസിലടിപ്പിക്കുന്നത്. നിങ്ങൾ ചെറിയ പീസാക്കിയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ 1 വിസിലടിപ്പിച്ചാൽ മതി കേട്ടോ. അതവിടെ വിസിൽ വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട അരി ഒന്ന് കഴുകി വെള്ളത്തിലിടാം. ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് സെല്ല ബാസ്മതിൻ്റെ വെള്ള അരിയാണ്. ഇത് നന്നായിട്ട് 3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം ഇനി ഇത് വെള്ളം ഒഴിച്ചിട്ട് ഞാനൊരു 20 മിനിറ്റ് അവിടെ കുതിരാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. നിങ്ങൾ സെല്ല ബാസ്മതിൻ്റെ ഗോൾഡൻ കളറുള്ള അരിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് 3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം 1 മണിക്കൂർ നിങ്ങളത് കുതിരാൻ വേണ്ടി വെക്കണം കേട്ടോ. അത് കുറച്ച് വേവ് കൂടുതലുള്ള അരിയാണ്. അപ്പോൾ ഞാനതവിടെ അരി കഴുകിയിട്ട് 20 മിനിറ്റ് അവിടെ കുതിരട്ടെ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കുക്കർ വിസിൽ വന്നിട്ടുണ്ട്. 2 വിസിൽ വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കി. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇനി ഇത് അതിൻ്റെ പ്രഷർ മുഴുവനും പോയതിന് ശേഷം മാത്രം കുക്കർ തുറന്നാൽ മതി. അതിൻ്റെ ആവി മുഴുവനും പോയതിന് ശേഷം മാത്രം കുക്കർ തുറന്നാൽ മതി. അപ്പോൾ അത് നോക്കിയപ്പോൾ അത് ആവി മുഴുവൻ പോയിട്ടുണ്ട്. ഞാനത് കുക്കർ തുറക്കുകയാണ്.
അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ചിക്കനിൽ നമ്മൾ വെള്ളം ഒഴിക്കാണ്ടാണ് വെച്ചിരിക്കുന്നത്, എന്നാലും ചിക്കനിൽ നല്ല പോലെ വെള്ളമുണ്ട്. ഇത് നിങ്ങൾ സ്റ്റീലിൻ്റെ കുക്കറിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ചിക്കൻ വേവിക്കാൻ വെക്കുമ്പോൾ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം വെക്കാൻ കേട്ടോ. അലുമിനിയത്തിൻ്റെ കുക്കറിലായതുകൊണ്ട് പിന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. സ്റ്റീലിൻ്റെ കുക്കറാണെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ അതിൽ നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിക്കുക, ഒരു അരക്കപ്പ് വെള്ളമെങ്കിലും ഒഴിക്കുക. അപ്പോൾ അത് ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ അതാ ഫ്രൈ ചെയ്ത പോലെ തന്നെ ഉണ്ട് കേട്ടോ. ഒരു ഭാഗം കുക്കറിൽ കടന്ന ഭാഗം ചിക്കനിൽ ഉള്ള വെള്ളം ഉണ്ടായിട്ടുണ്ട്. അപ്പം നമുക്കിത് ഈ വെള്ളം ഒന്ന് അളന്ന് നോക്കണം. നമ്മൾ ഈ ഒരേ കുക്കറിൽ മാത്രമാണ് മന്തി വെക്കണത്, വേറെ ഒരു പാത്രം നമ്മളിതിലേക്ക് എടുക്കണില്ല. അപ്പോൾ ഞാൻ ആ വെള്ളം അളന്ന് നോക്കിയപ്പോൾ ഒരു കപ്പുണ്ട് കേട്ടോ. ഈ കപ്പിനാണ് ഞാൻ അരി എടുത്തിരിക്കുന്നത്, 3 കപ്പ് അരി. അപ്പോൾ ഈ കപ്പിൻ്റെ അളവിന് തന്നെ നമുക്ക് 4.5 കപ്പ് വെള്ളം വേണം. ഒരു കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിനാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഞാൻ 3.5 കപ്പ് വെള്ളം അവിടെ അളന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അളവ് അറിയാൻ വേണ്ടിയിട്ട് ഞാനിതിലൊന്ന് അളന്ന് കാണിച്ചു തരാം. ഒരു കപ്പ് ചിക്കൻ്റെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ബാക്കി 3.5 കപ്പ് വെള്ളം നമ്മൾ സാധാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 4.5 കപ്പ് വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ഒരു കറുത്ത നാരങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ബേ ലീഫിൻ്റെ ചെറുതിട്ട് കൊടുക്കുന്നുണ്ട്, ഒരു തുണ്ട് പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ 2 ഗ്രാമ്പു 2 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വലിയ നാരങ്ങൻ്റെ ഒരു മുറി നാരങ്ങൻ്റെ നീര് ഒഴിക്കുന്നുണ്ട് കേട്ടോ. 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച 1 ടേബിൾ സ്പൂൺ ഓയിലും ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ മൊത്തം ഈ മന്തി വെക്കാൻ വേണ്ടിയിട്ട് 4 ടേബിൾ സ്പൂൺ ഓയിലാണ് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഓയിൽ ഇഷ്ടമാണെങ്കിൽ 1/2 കപ്പ് വരെ എടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് തിളക്കണം. തിള വരുമ്പോഴേക്കും നമുക്കിത് ഇതിലേക്ക് വേണ്ട അരി വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഞാൻ അരിപ്പയിൽ വെള്ളം പോകാൻ വേണ്ടി അരി കൊട്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ കുക്കറൊക്കെ നന്നായിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട്. അരിയിലത്തെ വെള്ളം നന്നായി പോയതിന് ശേഷം മാത്രം കുക്കറിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ അരിയിൽ വെള്ളം ഉണ്ട് പറഞ്ഞാൽ നമ്മൾ ഒഴിച്ച വെള്ളം പാടാകുമ്പോൾ അരി വെന്ത് കുഴഞ്ഞു പോകും. കുക്കറിൽ വെക്കുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ കുക്കറിൽ എങ്ങനെ ഈസി ആയിട്ട് ബിരിയാണി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ റേഷൻ അരി എങ്ങനെ കുക്കറിൽ പെട്ടെന്ന് കുഴഞ്ഞു പോകാതെ വെക്കുക എന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ കുക്കറൊക്കെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ചോറിന് വേണ്ട ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയപ്പോൾ കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനത് കുക്കറിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒറ്റ വിസിൽ അടുപ്പിക്കുക കേട്ടോ. കൂടുതൽ വിസിൽ അടുപ്പിക്കരുത്. ഞാനങ്ങനെ ചെയ്യല കേട്ടോ. എൻ്റെ കുക്കറിൽ ഒറ്റ വിസിൽ അടുപ്പിച്ചതിന് ശേഷം അതിനിത് ഒരു 5 മിനിറ്റ് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കും. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിതിൻ്റെ പ്രഷർ മുഴുവനും കളഞ്ഞതിന് ശേഷം ഞാനത് കുക്കർ തുറക്കും കേട്ടോ. പ്രഷർ മുഴുവനും പോയതിന് ശേഷമല്ല, പ്രഷർ ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കളയുക. നിങ്ങൾ ഇത് ഗോൾഡൻ കളറുള്ള ബസ്മതി റൈസാണ് വെക്കണമെന്നുണ്ടെങ്കിൽ അത് പ്രഷർ മുഴുവനും പോയതിന് ശേഷം മാത്രം തുറന്നാൽ മതി. അപ്പോഴാണ് ചോറ് വെന്തിട്ടുണ്ടാവുള്ളൂ. ഇത് സെല്ല ബസ്മതിൻ്റെ വെള്ള അരി ആയതുകൊണ്ടാണ് ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞത് ഇതിൻ്റെ പ്രഷർ കളഞ്ഞിട്ട് ഞാൻ തുറന്നത് കേട്ടോ. പ്രഷർ കളഞ്ഞ് കുക്കർ തുറന്നതിന് ശേഷം നമ്മൾ ചോറ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അടി ചേർത്തി ഇളക്കി കൊടുക്കണം. ഇളക്കിയത് ഞാൻ മുഴുവനായിട്ടും ഒന്ന് കാണിച്ചിട്ടില്ല. ഇളക്കിയതിന് ശേഷം ചോറ് നമ്മൾ ഒന്ന് ലെവലാക്കി കൊടുക്കുക. ഇനി നമ്മൾ ഇതൊന്നും റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുമ്പോൾ ഒരു ആവി പുക കൊടുത്ത പോലെ ഉണ്ടാവില്ല, അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചോറൊന്ന് ലെവലാക്കി കൊടുത്തതിന് ശേഷം ഇതിൽ പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചോറ് വിളമ്പുമ്പോൾ 2 കളറായിട്ട് കിട്ടാനാണ് കേട്ടോ. അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. ഞാൻ അപ്പുറത്തെ ഒരു ചാർക്കോൾ കത്താൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാനിത് ചിക്കൻ വെച്ചതിന് ശേഷം 4 പറം കുറച്ച് പച്ചമുളക് ഞാൻ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു, അത് വീഡിയോയിൽ പെട്ടില്ല. പിന്നെ ഞാൻ ഒരു നടുവിലൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം വെച്ച് നമ്മൾ കത്തിച്ച് വെച്ച ചാർക്കോൾ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചാർക്കോൾ ഇട്ടതിന് ശേഷം അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓയിലോ നെയ്യോ എന്ത് വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൽ പുക നല്ല ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മളത് അടച്ച് വെച്ചിട്ട് ഇനി ഫ്ലെയിം ഓണാക്കുക. ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ചോറിലും ചിക്കനിലൊക്കെ സ്മോക്കി ഫ്ലേവർ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഞാൻ 15 മിനിറ്റ് ഇട്ടത്. അതിന് ശേഷം 15 മിനിറ്റ് കഴിഞ്ഞ് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഒരു അരമണിക്കൂറും കൂടി കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ കുക്കർ തുറക്കണുള്ളൂ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചോറ് നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊരു അരമണിക്കൂറും കൂടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ചോറ് തുറക്കുകയാണ്, കുക്കർ തുറക്കുകയാണ്. കുക്കർ തുറന്നതിന് ശേഷം നമ്മൾ ചാർക്കോൾ വെച്ച പാത്രം എടുത്ത് മാറ്റി, കൈ പൊള്ളരുത് കേട്ടോ, ചൂടുണ്ടാവും. അതിന് ശേഷം നമ്മൾ അതിൻ്റെ മേലെ വെച്ച ചിക്കൻ മുഴുവനായിട്ടും ഞാനിങ്ങോട്ട് എടുത്ത് മാറ്റുന്നുണ്ട്.
ഇനി നമുക്ക് ഈ ചോറൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അടിപൊളി മണമാണ് കേട്ടോ, കിടില മണമാണ്. ഇതിൽ നല്ല ടേസ്റ്റാണ്. നമ്മളിതിൽ ഒരുപാട് മസാലകളൊന്നും ഇട്ടിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി മന്തി 10 മിനിറ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഈ ചിക്കൻ ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ചിലവർക്ക് ചിക്കൻ ഇങ്ങനെ പുഴുങ്ങിയ പോലെ കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും മുളകും, ഉപ്പ് പൊടിയും മുളക് പൊടിയും കുറച്ച് നാരങ്ങ നീരോ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ചിക്കനിലൊന്ന് പുരട്ടിയെടുക്കുക. ചിക്കനിൽ പുരട്ടിയെടുത്തതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചിക്കൻ്റെ എല്ലാ ഭാഗവും ഒന്ന് മൊരിയിച്ചെടുക്കുക. അതേപോലെ എല്ലാ ഭാഗവും ഒന്ന് മൊരിയിച്ചെടുക്കുക. ഒരുപാട് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട, ചിക്കനിൽ നല്ലപോലെ വെന്തതാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിപ്പിക്കാൻ മറക്കരുത്. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരും കൊണ്ട് ഓക്കെ, താങ്ക് യു, ബൈ.